بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير يا أيها النبي جاهد الكفار والمنافقين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിത്യജീവനിൽ ശ്രദ്ധിക്കേണ്ടുന്ന, പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇവിടെ ശ്രവിക്കുകയുണ്ടായത്. പശ്ചാത്താപം, തൗബ എന്നുള്ളതാണ് പ്രസ്തുത വിഷയം. മനുഷ്യ ജീവിതത്തിൽ ഗഫ്ലത്ത് അല്ലെങ്കിൽ അശ്രദ്ധ, ഇത് അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് കനത്ത മറ തീർക്കുന്ന ഒരു പ്രതിസന്ധിയും രോഗവുമാണ്. അപ്രകാരം അള്ളാഹുവെ തൊട്ട് മനുഷ്യ മനസ്സിന് മറ തീർക്കുന്ന ഒരു പ്രശ്നമാണ്, പ്രതിസന്ധിയാണ് ഖസ്വത്ത്, ഹൃദയത്തിൻ്റെ കാഠിന്യം. ഗഫ്ലത്തും ഖസ്വത്തുൻ, ഈ രണ്ട് പ്രവണതകളാൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് തടയപ്പെടുകയും അള്ളാഹുവെ തൊട്ട് ദൂരപ്പെടുത്തപ്പെടുകയും അവൻ തെറ്റുകുറ്റങ്ങളിൽ ജീവിച്ച് പാപപങ്കിലമായ ജീവിതം നയിച്ച്
തൻ്റെ ധർമ്മമെന്ത്, ജീവിത ലക്ഷ്യമെന്ത് എന്നത് ഗൗനിക്കാതെ വിഷയമാക്കാതെ അവൻ ജീവിക്കുകയായി. ഹൃദയത്തിൻ്റെ കാഠിന്യം ഖസ്വത്ത്, ജീവിതത്തിലെ ഗഫ്ലത്ത് അശ്രദ്ധ, ഇത് രണ്ടും ഒരു വിശ്വാസി ഏറെ ഭയക്കേണ്ട രണ്ട് പ്രവണതകളാണ്. ജീവിതം ഒരിക്കലും അശ്രദ്ധയിൽ ഗഫ്ലത്തിൽ തളച്ചിടാൻ വിശ്വാസിക്ക് പാടുള്ളതല്ല. മനസ്സ് കടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം അത് വിശ്വാസിക്ക് ഈ ദുനിയാവിൽ പറയപ്പെട്ടതുമല്ല. മനസ്സ് കടുക്കുന്നതും ജീവിതം അശ്രദ്ധമാകുന്നതും പാപങ്ങൾ പെരുകുന്നതിനനുസരിച്ചും തെറ്റുകുറ്റങ്ങൾ കൂടുന്നതിനനുസരിച്ചുമാണ്. പാപങ്ങൾ മനസ്സിൽ പാപക്കറ വീഴ്ത്തുകയും കൽബ് കറുക്കുകയും കനത്ത മറ കൽബിന് പാപങ്ങൾ തീർക്കുകയും ചെയ്യും. ഈ ദുനിയാവിൽ പലവിധ പരീക്ഷണങ്ങളിലാണ് മനുഷ്യന്മാർ. പലവിധ കെടുതികളിൽ, കഷ്ടതകളിൽ, ദുരിതങ്ങളിൽ മനുഷ്യകുലം ഉഴലുകയാണ്. കാരണം മനുഷ്യന്മാർ തങ്ങളിലേക്ക് തന്നെ വിരൽ ചൂണ്ടി ചോദിച്ചറിയേണ്ട വിഷയമാണ്. അള്ളാഹു ഉപരിലോകത്തിൽ നിന്ന് അവതീർണമാക്കിയ വഹയിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞത് വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. വമാ അസാബകും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് ദുരിതം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങൾ ചെയ്തത് കാരണത്താൽ തന്നെയാണ്. നിങ്ങളുടെ കൈവിരുതുകൾ, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ തന്നെയാണ് മുസീബത്തുകൾ നിങ്ങളെ തേടി എത്തിയിട്ടുള്ളത്. പക്ഷേ അല്ലാഹു വയഅഫു അൻ കസീർ, ധാരാളം പൊറുക്കുകയും മാപ്പേകുകയും ചെയ്യുന്നവനാണ് എന്ന് അല്ലാഹു പറയുന്നു. അപ്പോൾ മനുഷ്യർ തങ്ങൾക്കായി എണ്ണുന്ന, തങ്ങളുടെ പേരിൽ മനുഷ്യന്മാർ പറയുന്ന പലവിധ മുസീബത്തുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അത് തങ്ങൾക്ക് കൊയ്ത് മെതിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. അതിന് പിന്നിൽ മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം ഒരു മാറ്റത്തിന് ആളുകൾ തുനിയാതെ തയ്യാറാകാതെ അവർക്ക് വന്നു ഭവിച്ചത് അള്ളാഹു അവരെ തൊട്ട് മാറ്റുകയില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് പശ്ചാത്താപത്തെക്കുറിച്ചും മനസ്താപത്തെക്കുറിച്ചുമുള്ള സംസാരത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. തെറ്റുകുറ്റങ്ങൾ അത് മനുഷ്യരിൽ വന്നു പോവുകയും അത് മനുഷ്യർക്ക് പലവിധ വിനകളും വിപത്തുക്കളും കൊണ്ടെത്തിക്കുകയും ചെയ്യുമ്പോൾ തെറ്റുകുറ്റങ്ങളിൽ ആപതിച്ചവർ അവർ അതിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തുവാനും അതിൽ നിന്നുള്ള സലാമത്തിന്, രക്ഷയ്ക്ക് മാർഗം കാണുവാനും അവർ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ സത്യദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യുന്ന പ്രകൃതിക്കാരനാണ് മനുഷ്യൻ എന്നതിനാൽ തെറ്റിൽ നിന്നുള്ള സലാമത്തിന്, അല്ലെങ്കിൽ തെറ്റ് കാരണത്താലുള്ള ദുരിതങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് പശ്ചാത്താപം അവൻ നിയമമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അത്തവ്വാബാണ്. ഖേദിച്ച് മടങ്ങുന്നവർ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അവരുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് തെറ്റ് ചെയ്തവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നവനുമാണ്. അതുകൊണ്ട് മനുഷ്യർ അവർ ആരായാലും അവരുടെ തെറ്റുകുറ്റങ്ങൾ എത്രയായാലും അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുകയായാൽ അല്ലാഹു അവരെ സ്വീകരിക്കുകയും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും അവർക്ക് അല്ലാഹു പൊറുക്കുകയും അവർക്ക് മാപ്പാക്കുകയും ചെയ്യും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച സുവിശേഷമാണ്. ദുരിതങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ പോയി പോകാൻ മനുഷ്യർ സ്വന്തം ആലോചിച്ച് തങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു തിരുത്തലിന്,
ഒരു പശ്ചാത്താപത്തിന് അവർ മുതിരേണ്ടതുണ്ട്. അപ്പോഴാണ് അവർക്ക് വിജയവും അവർക്ക് രക്ഷയുമെന്ന് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ച അറിയിപ്പാണ്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, പശ്ചാത്തപിച്ചു മടങ്ങുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കും. അപ്പോൾ വിജയം, രക്ഷ അത് എഴുതപ്പെട്ടത് തൗബ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് എല്ലാവരോടും തൗബ ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. തൗബ ചെയ്യാത്തവർ, തെറ്റ് ചെയ്ത് അതിനപ്പുറം പശ്ചാത്താപമില്ലാത്തവർ, മനസ്താപമില്ലാത്തവർ, അവരാകുന്നു ഖസാറത്തിൻ്റെ, നഷ്ടത്തിൻ്റെയും കഷ്ടതയുടെയും വാക്താക്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഒരു നല്ല ഭാവിക്ക് വേണ്ടി രക്ഷയുടെയും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഒരു നാളേക്ക് വേണ്ടി ആലോചിക്കുന്നവർ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് തൗബ ചെയ്യുകയും മനസ്താപത്തോടു കൂടി അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യേണ്ടവരാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എങ്ങനെ തൗബ ചെയ്യണം, തെറ്റുകളുടെ വിഷയത്തിൽ എങ്ങനെ അള്ളാഹുവിനോട് മാപ്പിനെ ഇരക്കണം എന്നത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യൗമ ലാ യുഖ്സില്ലാഹു അൻ-നബിയ്യ വല്ലദീന ആമനു മഅ നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബയുള്ളവരായി മടങ്ങണം. എങ്ങനെയുള്ള തൗബ? തൗബതൻ നസൂഹ, നസൂഹായ തൗബ. അപ്പം നസൂഹായ തൗബ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം, തൗബ ചെയ്ത് മടങ്ങണം എന്ന് അള്ളാഹു പറയണം. എങ്ങനെയാണ് നസൂഹായ തൗബ? അത് നാടന്മാർ പറയുന്നത് പോലെ കാക്കത്തൗബല്ല. പ്രത്യുത നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ അതിന് സച്ചരിതരിൽ നിന്നുള്ള വിശദീകരണം നമ്മൾ കേൾക്കുകയുണ്ടായി. ഉമറും ഉബയ്യും, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, അവർ പറഞ്ഞത് ചെയ്ത തെറ്റിൽ ഖേദിക്കുക, ഇനി ഞാൻ തെറ്റിലേക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുക. എങ്ങനെ തെറ്റിലേക്ക് മടങ്ങില്ല? കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് മടങ്ങില്ല എന്നതെല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ്, അറിയുന്ന സംഗതിയാണ്. കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു മടങ്ങാത്തതുപോലെ ഇനി ഞാൻ തെറ്റിലേക്കില്ല എന്നൊരു മനുഷ്യൻ തൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഖേദപൂർവ്വം തൗബ ചെയ്യലാണ് തൗബത്തുൻ നസൂഹ. അങ്ങനെ തൗബ ചെയ്തോളീം എന്നാണ് അള്ളാഹു പറയുന്നത്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, തൗബത്തുൻ നസൂഹ എന്ന് പറഞ്ഞാൽ നാദിമൻ ലിമ മദ, കഴിഞ്ഞു പോയതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള തൗബയാണ്. അതേപോലെ മുജ്മിഅൻ അല അല്ലാ യഊദ്, ഇനി തെറ്റിലേക്ക് മടങ്ങില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി തൗബ ചെയ്യലാണ്. ഇനി തെറ്റിലേക്കില്ല ഫ്യൂച്ചറിൽ, കഴിഞ്ഞു പോയതിൽ ഖേദവുമുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ തൗബ ചെയ്യുമ്പോൾ അതാണ് തൗബത്തുൻ നസൂഹ്. ആ തൗബ ചെയ്യാനാണ് അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹ് തൗബത്തൻ നസൂഹ് എന്ന് പറഞ്ഞത്, തൗബത്തൻ നസൂഹ എന്ന് പറഞ്ഞത്. സച്ചരിതരിൽ ഇമാമുൽ കൽബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, തൗബത്തുൻ നസൂഹ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം കൽബിൽ ചെയ്തു പോയതിലുള്ള ദുഃഖവും നാവിൽ പശ്ചാത്താപത്തിൻ്റെ പ്രഖ്യാപനവും ശരീരാവയവങ്ങളിൽ തെറ്റുകളിൽ നിന്നുള്ള അകൽച്ചയും വിട്ടുനിൽക്കലും, ഇവ ഒത്തുകൊണ്ടുള്ള തൗബയാണ് തൗബത്തുൻ നസൂഹ. ഇങ്ങനെ തൗബ ചെയ്യാനാണ് അള്ളാഹു പറയുന്നത് എന്നാണ്. ഈ പണ്ഡിത വരേണ്യന്മാരുടെ തഫ്സീറുകൾ കൂട്ടിവെച്ചാൽ തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിച്ച് ഇനി തെറ്റുകളിലേക്ക് ഇല്ല എന്നുള്ളത് ഉറച്ചു തീരുമാനിച്ച്
മനസ്സിൽ വേദനയുണ്ട്, നാവിൽ പശ്ചാത്താപമുണ്ട്, തെറ്റുകളിൽ നിന്ന് അകന്നുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ശരീരം. ഇങ്ങനെയുള്ള ഒരു തൗബയാണ്. ഇങ്ങനെ തൗബ ചെയ്യാനാണ് അള്ളാഹു പറയുന്നത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതായ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിൽ സ്വർഗീയ ആറുകൾ ഒഴുകുന്ന സ്വർഗീയ തോട്ടങ്ങളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇഹപര സൗഭാഗ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത തൗബ അപ്പോഴാണ് സംഭവിക്കുക. ഇങ്ങനെ തൗബ ചെയ്യുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ആ തൗബ എല്ലാവരോടും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആജ്ഞയാണ്, അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പാണ്, അവൻ്റെ കൽപ്പനയാണ്. തെറ്റുകൾ എത്ര പെരുത്താലും കുറ്റങ്ങൾ എത്ര വലുതായാലും മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകളെ സ്വീകരിക്കുന്ന കരുണാവാരിധിയാണ്. അവൻ തവ്വാബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളുടെ വിഷയത്തിൽ പറയുകയാണ്, ഖുൽ ലില്ലദീന കഫറു ഇൻ യൻതഹു ഖുൽ ലില്ലദീന കഫറു ഇൻ യൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ് യുഗ്ഫർ ലഹും മാ സലഫ്. അവിശ്വാസികളോട് പറയുക, അവർ വിരമിക്കുകയാണ് എങ്കിൽ കഴിഞ്ഞു പോയത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൊറുക്കുമെന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയത് അവർക്ക് പൊറുക്കപ്പെടുമെന്ന് അവിശ്വാസികളോട് പ്രഖ്യാപിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് കടുത്ത അപരാധം പറഞ്ഞ ക്രൈസ്തവരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് കഫറല്ലദീന കഫറു ഇന്നല്ലാഹ ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹു വാഹിദ്. അള്ളാഹിനെ കുറിച്ച് ക്രൈസ്തവർ പറഞ്ഞത് പറയാണ്, അള്ളാഹു മൂന്നിലൊന്നാകുന്നു, ട്രിനിറ്റി വാദം, ത്രിയേകത്വം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേകത്വവാദം അവതരിപ്പിച്ചവർ ലഖദ് കഫർ, അവർ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ക്രൈസ്തവരുടെ വിഷയം പറഞ്ഞിട്ട് അവരോട് അള്ളാഹു ചോദിക്കാൻ അടുത്ത ആയത്തിൽ, അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു, അഫലാ യതൂബൂന ഇലല്ലാഹ്, അവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലേ? വയസ്തഗ്ഫിറൂനഹു, അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നില്ലേ? അപ്പോൾ അവർ പോലും അള്ളാഹിനോട് തൗബ ചെയ്താൽ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സന്തതിയെ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹ്ക്ക് കുഞ്ഞുണ്ടായിരിക്കുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതെത്ര അപരാധമാണ്. ആ അപരാധം പറഞ്ഞതിനാൽ വാനലോകത്തിനും ഭൂമിക്കും അത് താങ്ങാനാവാത്ത വിധം കടുത്ത അപരാധം എന്നാണ് അള്ളാഹു അതിനെ വിശേഷിപ്പിച്ചത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅഉ ലിർറഹ്മാനി വലദ. പരമകാരുണികനായ അള്ളാഹുവിനൊരു കുട്ടി ഉണ്ടായി എന്ന് ക്രൈസ്തവർ വാദിച്ചതിനാൽ വാനം അത് പൊട്ടിപ്പിളരാറായി, ഭൂമി വിണ്ട് കീഴാറായി, വിണ്ട് കീറുമാർ കടുത്ത അപരാധമായി, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന അപരാധമായി എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെയുള്ള അപരാധം പറഞ്ഞ അവർ പോലും അഫലാ യതൂബൂന ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തൗബ കൊണ്ട് മടങ്ങുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. കടുത്ത അപരാധങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എണ്ണി. അള്ളാഹുവിൽ പങ്കുചേർക്കൽ, മനുഷ്യന്മാരെ കൊല്ലൽ, വ്യഭിചാരം. എന്നിട്ട് അവരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അപരാധം ചെയ്തവർക്ക് അന്ത്യനാളിൽ ശിക്ഷയെ ഇരട്ടിപ്പിച്ചു നൽകും. ആ ശിക്ഷയിൽ അവർ നിന്ദ്യരായി കഴിച്ചു കൂട്ടേണ്ടി വരും എന്ന് പറയണം. അപ്പോൾ എത്ര കടുത്ത പാപമാണ് ഈ മൂന്ന് പാപങ്ങൾ? ശിർക്ക്, മനുഷ്യവധം, വ്യഭിചാരം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷയത്തിൽ പറയുന്നത്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ വമൻ താബ വഅമില സ്വാലിഹൻ ഫഉലൈക യതൂബു ഇലല്ലാഹി മതാബ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നിന്ദ്യമായ ശിക്ഷയിൽ കഴിയേണ്ട, ശിക്ഷ ഇരട്ടിപ്പിക്കേണ്ടതായി ഈ കുറ്റങ്ങൾ, തെറ്റുകൾ ചെയ്തവർ
അവരിൽ ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ, തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴിച്ച്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെറ്റ് ചെയ്തിട്ട് അവർ തൗബ ചെയ്ത് വിശ്വാസം യഥാവിധമാക്കി സുഹൃതങ്ങൾ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കിയിട്ട് മാറ്റും. അള്ളാഹു പൊറുക്കുന്നവനാകുന്നു, അള്ളാഹു കരുണാവാരിധിയാകുന്നു. വമൻ താബ വഅമില സ്വാലിഹ ഫഉലൈക യതൂബു ഇലല്ലാഹി മതാബ, തൗബ ചെയ്യുകയും സുഹൃതം പ്രവർത്തിക്കുകയും ചെയ്തവർ അവരാകുന്നു അള്ളാഹുവിലേക്ക് തൗബയാൽ മടങ്ങിയവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ കടുത്ത തെറ്റുകൾ ചെയ്തവർ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും തെറ്റുകൾ പൊറുക്കുവാൻ, കുറ്റങ്ങൾ മാപ്പാക്കുവാൻ, വീഴ്ചകളെ നികത്തുവാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് വിശാലമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അള്ളാഹു പൊറുക്കാഞ്ഞിട്ടല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ തെറ്റുകളെയും വിശാലമാക്കുമാർ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണാവാരിധി അല്ലാഞ്ഞിട്ടല്ല. പക്ഷെ മനുഷ്യന്മാരുടെ പോരായ്മയും മനുഷ്യന്മാരുടെ കുറവുമാണ്. അവർ തൗബ ചെയ്യുന്നില്ല, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ പറയാണ്. ആരോട്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തെറ്റുകൾ ചെയ്ത് അതിരുവിട്ടവരോട്, കുറേ തെറ്റുകൾ പ്രവർത്തിച്ച് സ്വന്തത്തോട് തന്നെ അതിരുവിട്ടവരോട് പറയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ തെറ്റുകളും പൊറുക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളെയും പൊറുക്കുന്ന, അള്ളാഹു വിട്ടുവീഴ്ചയേകുന്ന, മാപ്പാക്കുന്ന, മറക്കുന്ന കരുണാവാരിധിയായ അള്ളാഹുവാണ്. അവൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ തെറ്റുകൾ എത്ര പെരുത്താലും കുറ്റങ്ങൾ എത്ര വലുതായാലും അള്ളാഹു മാപ്പാക്കും, അള്ളാഹു വിട്ടുവീഴ്ചയേകും. പക്ഷെ എന്ത് വേണം? തൗബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ഒരു നസൂഹത്തായ തൗബ, നസൂഹായ തൗബ അത് അള്ളാഹുവിനോട് നമുക്ക് നേരെ ഉണ്ടാകണം. അള്ളാഹു അതിനാണ് നമ്മളെ വിളിച്ചത്, അള്ളാഹു ക്ഷണിച്ചത്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഹൃദയങ്ങൾ പേടിപ്പെടുവാൻ, ഭയക്കുവാൻ വിശ്വാസികൾക്ക് സമയമായില്ലേ എന്ന് അള്ളാഹു ചോദിക്കാൻ. അപ്പോൾ സമയമായി എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ തെറ്റ് ചെയ്തവർ, കുറ്റങ്ങൾ പ്രവർത്തിച്ചവർ ഒരുങ്ങേണ്ടതുണ്ട്, അവർ മടങ്ങുവാൻ തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പകലിൽ തെറ്റ് ചെയ്തവരുടെ പശ്ചാത്താപം സ്വീകരിക്കുവാൻ രാവിൽ തൻ്റെ കരങ്ങൾ നീട്ടി കാത്തിരിക്കുന്നവനാണ്. രാവിൻ്റെ മറവിൽ, നിശയുടെ നിഗൂഢതയിൽ തെറ്റുകൾ പ്രവർത്തിച്ചവരുടെ പശ്ചാത്താപം സ്വീകരിക്കുവാൻ പകലിൻ്റെ നിറവിൽ കൈകൾ നിവർത്തി കാത്തിരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യബ്സുതു യദൈഹി ഫിന്നഹാർ ലിയതൂബ മുസീഅൽ ലൈൽ വയബ്സുതു യദൈഹി ഫിൽ ലൈൽ ലിയതൂബ മുസീഅൻ നഹാർ. പകലിൽ തെറ്റ് ചെയ്തവരെ സ്വീകരിക്കുവാൻ, അവൻ്റെ തൗബ സ്വീകരിക്കുവാൻ രാവിൻ്റെ മറവിൽ കൈകൾ നിവർത്തി നിൽക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. രാവിൻ്റെ മറവിൽ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ചവരുടെ പശ്ചാത്താപം പകലിൽ സ്വീകരിക്കുവാൻ ഇരു കരങ്ങൾ നിവർത്തി കാത്തി നിൽക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പശ്ചാത്താപം സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ പടപ്പുകൾ പശ്ചാത്തപിച്ച് മടങ്ങുവാൻ പലപ്പോഴും തയ്യാറില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നത് പശ്ചാത്തപിക്കുന്ന ദാസനെ ഇഷ്ടപ്പെട്ടും അവൻ്റെ പശ്ചാത്താപത്തെ ഏറെ ഇഷ്ടപ്പെട്ടുമാണ്. ലല്ലാഹു അശദ്ദു ഫറഹം മിൻ ഹാദാ ബിറാഹിലതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വചനമാണ്. അഥവാ ഒരു പഥികൻ, ഒരു യാത്രികൻ തൻ്റെ വാഹനപ്പുറത്ത് യാത്ര പോയി. പതയവും അതേപോലെ യാത്രക്ക് വേണ്ട പാനീയവുമൊക്കെ, യാത്രാ വിഭവങ്ങൾ സകലതും ആ മൃഗത്തിൻ്റെ, ഒട്ടകത്തിൻ്റെ പുറത്താണ്. യാത്രികൻ വിശ്രമിക്കാൻ ഒട്ടകത്തെ ഒരിടത്ത് നിർത്തി വിശ്രമിച്ചു. പക്ഷേ ഉറക്കമുണർന്ന യാത്രികൻ തൻ്റെ യാത്രാമൃഗത്തെ അടുത്തൊന്നും കാണുന്നില്ല. വിജനതയിൽ
ആളൊഴിഞ്ഞയിടത്ത് തൻ്റെ ഭക്ഷണം, തൻ്റെ വെള്ളം, ഇതൊക്കെ ഒട്ടകപ്പുറത്താണ്. ഒട്ടകം നഷ്ടപ്പെട്ടു. ആ വ്യക്തി എത്ര പരിതപിക്കുന്ന, പ്രയാസപ്പെടുന്ന അവസ്ഥയായിരിക്കും. ജീവിതം അപായപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ യാത്രികൻ്റെ മനസ്സെന്തായിരിക്കും? ഈ സന്ദർഭത്തിൽ വിഷണ്ണനായി, ദുഃഖിതനായി, ജീവിതത്തിൽ നൈരാശ്യം മൂത്ത് കിടക്കുന്ന ആ യാത്രികൻ്റെ അടുക്കലേക്ക് തൻ്റെ യാത്രാമകം തിരിച്ചു വരുമ്പോൾ, വാഹനം തിരിച്ചു വരുമ്പോൾ, തൻ്റെ വാഹനവും ഭക്ഷണവും പാനീയവുമൊക്കെ തൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. ആ സന്തോഷത്തിൻ്റെ നിറവിൽ ആ പതികൻ പറഞ്ഞുപോയി എന്നാണ്, അല്ലാഹുമ്മ അൻത അബ്ദി അന റബ്ബുക്, അള്ളാഹുവേ നീ എൻ്റെ ദാസനാണ്, ഞാൻ നിൻ്റെ റബ്ബാണ് എന്ന് തെറ്റിപ്പോലും പറഞ്ഞുപോയി എന്നാണ്. അങ്ങനെയുള്ള സന്തോഷം തൻ്റെ മൃഗത്തെ കണ്ടപ്പോൾ, വാഹനത്തെ കണ്ടപ്പോൾ ആ പതികനുണ്ടായി, യാത്രികനുണ്ടായി എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യാത്രികനിലേക്ക് ചൂണ്ടിയാണ് പറയുന്നത്, ഈ വ്യക്തിക്ക് തൻ്റെ മൃഗത്തെ, വാഹനത്തെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം എത്രയാണോ അതിനേക്കാൾ വലിയ സന്തോഷമാണ് തെറ്റ് ചെയ്ത ഒരു ദാസൻ തൗബ ചെയ്യുമ്പോൾ ആ ദാസനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത് എന്നാണ്. അപ്പോൾ അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ മാത്രമല്ല, പിന്നെയോ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനാണ്. പശ്ചാത്താപത്തെയും പശ്ചാത്തപിക്കുന്നവനെയും ഇഷ്ടപ്പെടുന്നവനാണ് എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഉള്ള ഒരു മേലായ റബ്ബിൻ്റെ വിഷയത്തിൽ യഥാവിധം ബോധമുള്ളവരല്ല മുസ്ലിമീങ്ങളിൽ പലരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നൈരാശ്യത്തിൽ കഴിയുന്ന പല മുസ്ലിമീങ്ങളുമുണ്ട്. തെറ്റുകുറ്റങ്ങൾ റേപ്പ് ചെയ്ത്, പാപങ്ങളേറെ പ്രവർത്തിച്ച് നമ്മളെങ്ങനെ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കും, പശ്ചാത്താപം നടത്തും? അതുകൊണ്ട് തന്നെ ഇടയാളന്മാരെയും മധ്യവർത്തികളെയും ഒക്കെ സ്വീകരിച്ച് ശുഹദാക്കന്മാരോട്, നേർച്ചക്കാരോടൊക്കെ സങ്കടം പറഞ്ഞ് അങ്ങനെ അള്ളാഹുവിലേക്ക് പോകുന്ന, ഇടയാളന്മാരെ സ്വീകരിക്കുന്ന മുസ്ലിമീങ്ങൾ പലരും മുസ്ലിമീങ്ങളിലുണ്ട്. ഈ ഒരു മേലായ റബ്ബിൻ്റെ കരുണാവാരിധിയായ, പാപങ്ങളേറെ പൊറുക്കുന്ന പടച്ച തമ്പുരാനെ കുറിച്ച് യഥാവിധം ബോധമില്ലാതെ തെറ്റുകുറ്റങ്ങളിൽ പശ്ചാത്തപിക്കാതെ ജീവിക്കുന്ന പല മുസ്ലിമീങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിക്കുവാൻ ഇരുളിൻ്റെ മറവിൽ രാവിൻ്റെ 1/3 ശേഷിക്കുമ്പോൾ അവൻ ഭൗമാന്തരീക്ഷത്തോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് ഹൽ മിൻ തായിബിൻ ഫഅതൂബു ലഹ് വഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹ് എന്ന് ചോദിക്കുന്ന അള്ളാഹുവാണ്. ഇരുളിൻ്റെ മറവിൽ, രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തോട് ചോദിക്കുകയാണ്, തൗബ ചെയ്യുന്നവൻ ആരുണ്ട്? അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുവാനും പൊറുക്കലിനെ തേടുവന്നവൻ ആരുണ്ട്? അവൻ്റെ പാപമോചനം സ്വീകരിക്കുവാനും ഞാനുണ്ട് എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കുന്ന, അള്ളാഹു ഇപ്രകാരം ആവശ്യപ്പെടുന്ന ഒരു സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരന്മാരെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ, കുറ്റങ്ങൾ വന്നു പോയവർ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, തൗബ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യപ്പെട്ടുള്ളത്. അള്ളാഹു എല്ലാം പൊറുക്കും, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും മാപ്പാക്കുന്നവനാണ് എന്നൊക്കെ മനസ്സിലാക്കി തൗബയെ പിന്തിപ്പിക്കുക, പശ്ചാത്താപത്തെ മാറ്റിവെക്കുക എന്നുള്ളത് മനുഷ്യർ സൂക്ഷിക്കേണ്ടതുണ്ട്. തൗബയെ പിന്തിപ്പിക്കൽ തിന്മയാണ്. പശ്ചാത്താപത്തിൽ അലസത കാണിക്കൽ, പശ്ചാത്താപം ആവശ്യമായ മറ്റൊരു കുറ്റമാണ്. അള്ളാഹു എല്ലാം പൊറുക്കും, അവൻ കരുണാവാരിധിയാണ്. പക്ഷേ ആർക്കാ അള്ളാഹു പൊറുക്കുക? എപ്പോഴാണ് അള്ളാഹു പൊറുക്കുക? അത്തൗബ അലൽ ഫൗർ, അതാ പണ്ഡിതന്മാർ പറയല്. തൗബ പെട്ടെന്നാവണം, തൗബ നീട്ടിയേക്കാൻ പാടില്ല. ഖേദിച്ച് ഇനി തെറ്റിലേക്കില്ല എന്നുള്ള ശപഥം ഉറച്ച തീരുമാനത്തിൽ തൗബ ചെയ്യേണ്ടത് അത് വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിൽ ഇനി ഒന്നിനും കഴിയാത്ത ഒരു ദുരിതകയത്തിൽ വളഞ്ഞു നിൽക്കുമ്പോൾ അപ്പോഴല്ല. പിന്നെയോ ആരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇന്നമ തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ
വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്ത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅതദ്നാ ലഹും അദാബൻ അലീമ. ഈ രണ്ട് വചനങ്ങൾ വളരെ ഗൗരവത്തിലാണ് തൗബയുടെ വിഷയത്തിൽ ആളുകൾ മനസ്സിലാക്കേണ്ടത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇന്നമത് തൗബതു അലല്ലാഹ്. ആരുടെ തൗബ മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുക? തൗബ സ്വീകരിക്കും എന്നുള്ളത് അല്ലാഹു ആരുടേതാണ് ഏറ്റെടുത്തിരിക്കുന്നത്? ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ, വിവരക്കേടിനാൽ തെറ്റ് ചെയ്തു പോയവർ അവരുടേതാണ്. ഇന്നമ തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. എന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ തൗബ ചെയ്യണം. വിവരക്കേടിനാൽ തെറ്റുകൾ ചെയ്ത് പെട്ടെന്ന് തന്നെ ആരാണോ തൗബ ചെയ്യുന്നത് അവൻ്റെ തൗബയാണ് സ്വീകരിക്കുക. അത് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഇന്നമ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. ഇന്നമ തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം. അവരുടെ തൗബയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും പശ്ചാത്താപം അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുകയും ചെയ്യുക. വകാന അല്ലാഹു അലീമൻ ഹകീമ. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ് വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്ത്. തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവർ ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്. എന്നിട്ട് ആ തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന മനുഷ്യന് മരണം വന്നണഞ്ഞാൽ ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാൻ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. അവരുടെ തൗബ അത് അള്ളാഹു സ്വീകരിക്കൂല. അതാണ് വലൈസത്തി തൗബതു അലല്ലാഹ്. അത്തരക്കാരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്ന തൗബയല്ല. തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, മരണം ഇപ്പോൾ തുബ്തുൽ ആൻ, ഇപ്പം ഞാൻ തൗബ ചെയ്തു എന്ന് പറയാം. അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വലല്ലദീന യമൂതൂന വഹും കുഫാർ, കാഫിരീങ്ങളായിട്ട് മരണപ്പെടുന്നവരുടെയും തൗബ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല എന്നാണ് പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഉലൈക അഅതദ്നാ ലഹും അദാബൻ അലീമ. അവർക്ക് പശ്ചാത്താപമല്ല, അവർക്ക് തൗബ സ്വീകരിക്കലല്ല, പിന്നെയോ അള്ളാഹു അവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോവേറ്റുന്ന വേദനയേറ്റുന്ന ശിക്ഷയാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവൻ, ഏറെ മാപ്പാക്കുന്നവൻ, തെറ്റുകൾ മായിക്കുന്നവൻ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല തവ്വാബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ആരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക? എങ്ങനെയുള്ളവരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക? ഇതും ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി. തെറ്റുകൾ വിവരക്കേടിനാൽ ചെയ്തു പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ആ തെറ്റിൽ, കുറ്റത്തിൽ അള്ളാഹുവിനോട് മാപ്പിരക്കുന്ന, മനസ്താപത്തോടു കൂടി പശ്ചാത്തപിക്കുന്ന ആളുകളുടെ തൗബ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലി അഖീഹി മിൻ ഇർദിൻ ഔ മാലിൻ ഫല്യതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ സ്വസഹോദരനോട് അവൻ്റെ അഭിമാനത്തിൻ്റെ വിഷയത്തിൽ, അവൻ്റെ സ്വത്തിൻ്റെ വിഷയത്തിൽ വല്ല അന്യായവും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ ആ സഹോദരൻ്റെ അടുക്കൽ ചെന്ന് അതിൽ വിട്ടുവീഴ്ച ആവശ്യപ്പെടട്ടെ, ആ തെറ്റിൽ മാപ്പ് ചോദിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത് അന്ത്യനാളിലേക്ക് നീട്ടിവെക്കരുത്. അന്ത്യനാളിൽ ദീനാറും ദിർഹമും ഉപകരിക്കാത്ത അന്ത്യനാളാണ്. അവിടെ നന്മ തിന്മകൾ മാത്രമാണുള്ളത്. ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ട് എങ്കിൽ ദ്രോഹിച്ചവൻ്റെ നന്മകൾ ദ്രോഹിക്കപ്പെട്ടവന് നൽകുന്ന, ദ്രോഹിച്ചവന് നന്മയില്ല എങ്കിൽ ദ്രോഹിക്കപ്പെട്ടവൻ്റെ തിന്മയെടുത്ത് ദ്രോഹിച്ചവൻ്റെ മേൽ ചാർത്തുന്ന അന്ത്യനാളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ആ ഒരു അന്ത്യനാൾ വരുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അന്യരോട് അന്യായം ചെയ്തിട്ടുണ്ട് എങ്കിൽ, സമ്പത്തിൽ അഭിമാനത്തിൽ അക്രമം ചെയ്തിട്ടുണ്ട് എങ്കിൽ മാപ്പ് ചോദിക്കാനും അതിൽ നിന്ന് ഫലിയ തഹല്ലൽ മിൻഹു, തൻ്റെ തടി സലാമത്താക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തെറ്റുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ പശ്ചാത്തപിച്ച് മാപ്പിരന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ, പശ്ചാത്തപിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്ന മഹനീയമായ വസീയത്താണ് ഈ മിമ്പറിൽ വെച്ച് നമ്മൾ കേൾക്കുകയുണ്ടായത്. വിശുദ്ധമായ ഒരു മാസത്തിൻ്റെ വിശുദ്ധ രാവുകളെ, നാളുകളെ വരവേൽക്കാനിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞ പശ്ചാത്താപ പൂർണ്ണമായ ഒരു മനസ്സോടു കൂടിയുള്ളതായ സ്വീകരണമാണ് നമുക്കുണ്ടാകേണ്ടത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100-ലേറെ തവണ
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ, അള്ളാഹുവേ നീ എന്നോട് പൊറുക്കണമേ, എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണമേ എന്ന് ദ്വൈരക്കാറുണ്ടായിരുന്നു എന്ന് സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് ഞങ്ങൾ ഇരുന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70-ലേറെ തവണ അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഇബ്നു ഉമറും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. തെറ്റുകളില്ലാത്ത, കുറ്റങ്ങൾ പ്രവർത്തിക്കാത്ത, കഴിഞ്ഞതും വരാനിരിക്കുന്നതും പുറത്തു മാപ്പാക്കപ്പെട്ട ഒരു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും ഹദിയുമാണ് ഇത് എങ്കിൽ തെറ്റുകളാൽ ബന്ധിക്കപ്പെട്ട, തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രമാത്രം പൊറുക്കലിനെ തേടേണ്ടവരാണ്, പശ്ചാത്തപിക്കേണ്ടവരാണ് എന്നത് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. അതിനാൽ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, പശ്ചാത്തപിക്കുക, പാപരഹിതമായ, കളങ്കരഹിതമായ ഒരു ജീവിതത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് യാചിക്കുകയും തേടുകയും ചെയ്യുക എന്നാണ് ഉണർത്തുവാനുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു പശ്ചാത്താപം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ, മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ ദുനിയാവിലും നാളെ റബ്ബിൻ്റെ ആഖിറത്തിലും കൺകുളിർമയേറ്റി അള്ളാഹു നമ്മെയും അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മളുടെ സഹോദരൻ മുഹ്സിൻ എന്നവരുടെ മാതാവ് മരണപ്പെടുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിന് പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെത്തിപ്പെട്ട ഖബറിടം അള്ളാഹുവിൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരന് ഹൃദയവിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിനും ബന്ധുമിത്രാദികൾക്കും അള്ളാഹു അവർക്കേറ്റ മുസീബത്തിൽ പ്രതിഫലം നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.